അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, റമളാൻ എന്നത് വെറും നോമ്പ് മാത്രം അല്ല, അത് നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കുന്ന ഒരു അനുഗ്രഹ മാസമാണ്. പക്ഷെ പല വീടുകളിലും എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നമ്മൾ ഈ ഒരു റമളാനിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരണം. റമളാൻ വന്നാൽ സ്ത്രീകൾക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടാതെ അടുക്കള ജോലികളിലും വീട്ടുപണികളിലും തിരക്കായി പോകുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കേൾക്കാൻ പോകുന്നത് റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓരോ സ്ത്രീയും വീട്ടിൽ ചെയ്തു വെക്കേണ്ട പ്രധാന തയ്യാറെടുപ്പുകളെ കുറിച്ചാണ്. 10 തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള പോയിന്റുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഒരു പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തയ്യാറായിട്ട് എടുക്കണം. എന്നാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ നോമ്പെങ്കിലും നിങ്ങൾക്ക് പുണ്യമാക്കി കിട്ടും, അത് ഉറപ്പാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മളുടെ നിയ്യത്ത് ശരിയായിരിക്കുക എന്നതാണ്. എല്ലാത്തിൻ്റെയും തുടക്കം നിയ്യത്തിലാണല്ലോ. ഈ റമളാനിൽ കൂടുതൽ ഖുർആൻ ഓതണം, നിസ്കാരം മെച്ചപ്പെടുത്തണം, കോപം കുറയ്ക്കണം, അള്ളാഹുവിനോട് അടുക്കണം എന്ന് മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കുക. തയ്യാറെടുപ്പ് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് കൊണ്ടുവരിക. നാവ് കൊണ്ട് മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുപ്പെടുത്തിട്ട് അത് ജീവിതത്തിൽ പാലിക്കുക. രണ്ടാമത്തെ ഒരു പോയിന്റാണ് നമ്മുടെ വീട്ടിൻ്റെ ശുചിത്വം തയ്യാറെടുപ്പ് എടുക്കുക. വീട് ശുചീകരിക്കുന്നത് നമ്മൾ തയ്യാറാക്കുക. റമളാനിൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ വീട്ടിലെ വലിയ വലിയ ക്ലീനിങ്ങുകൾ നമ്മൾ തീർത്തു വെക്കുക. നനച്ചുളിയൊക്കെ കഴിക്കുമല്ലോ, അങ്ങനെ തീർത്തു വെക്കുക. അടുക്കളയിലുള്ള ജോലികളൊക്കെ നമ്മൾ ക്രമപ്പെടുത്തി വെക്കുക. ഫ്രിഡ്ജ്, സ്റ്റോറേജ് വൃത്തിയാക്കി വെക്കുക. ഇത് ചെയ്താൽ റമളാൻ സമയത്ത് അനാവശ്യ ജോലികൾ നമുക്ക് കുറഞ്ഞു കിട്ടും. അതിൻ്റെ അടുത്തൊരു മൂന്നാമത്തെ പോയിന്റാണ് അടുക്കളയിൽ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് അടുക്കള ജോലി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലുള്ള ഒരുപാട് ജോലി റമളാനിന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും. ഓരോ ദിവസവും ഇന്ന് എന്ത് പാചകം ചെയ്യണം എന്ന് ആശങ്ക ഒഴിവാക്കുക. ഈ ഒരു ആശങ്ക ഒഴിവാക്കാനായിട്ട് നിങ്ങൾ വീക്കിലി മീൽ പ്ലാന് തയ്യാറാക്കി വെക്കുക. ഓരോ വീക്കിൽ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് തയ്യാറാക്കി വെക്കുക. അതിന് ആവശ്യമായ സാധനങ്ങളൊക്കെ മുൻകൂട്ടി വാങ്ങിയിട്ട് ഓരോ ആഴ്ചത്തേക്ക് നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക. ചില മസാലകൾ തയ്യാറാക്കി വെക്കുക. ഇത് ഓരോ സ്ത്രീകൾക്കും ഇബാദത്തിന് സമയം നൽകും. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് കഴിയും. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇബാദത്തിന് ഒരു കോർണർ ഒരുക്കുക. അതായത് വീട്ടിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയും ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയും ഒരു പ്രത്യേക സ്ഥലം തയ്യാറാക്കി എടുക്കുക. വീട്ടിലൊരു ചെറിയൊരു സ്ഥലം നമ്മൾ അതിന് മാറ്റി വെക്കുക. അവിടെ മുസല്ല, ഖുർആന്, ദുആ പുസ്തകം, തസ്ബീഹ് ഇതൊക്കെ വെച്ച് ഒരു ഇബാദത്ത് കോർണറാക്കി ഉണ്ടാക്കുക. അത് മനസ്സിനെ ഇബാദത്തിലേക്ക് ഒരുപാട് ആകർഷിക്കാൻ കാരണമാവും. അഞ്ചാമത്തെ ഒരു പോയിന്റാണ് ഖുർആൻ ഓതുന്നതിൻ്റെ പ്ലാന്. റമളാനിൽ മുഴുവൻ ഖുർആൻ ഓതി തീർക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദിവസേന എത്ര ഭാഗം ഓതണം എന്ന് പ്ലാൻ ചെയ്യുക. ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. ചെറിയ സ്ഥിരത വലിയ നേട്ടം നൽകും. ആറാമത് ശ്രദ്ധിക്കേണ്ടത് ദുആ ലിസ്റ്റ് തയ്യാറാക്കുക. റമളാൻ ദുആക്ക് സ്വീകരിക്കപ്പെടുന്ന മാസമാണല്ലോ. ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അതിനുവേണ്ടി ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. 1 കുടുംബത്തിനായിട്ട് ദുആ ചെയ്യുക. 2 മക്കൾക്കായിട്ട് ദുആ ചെയ്യുക. ആരോഗ്യത്തിനായിട്ട് ദുആ ചെയ്യുക. ക്ഷമയ്ക്കായിട്ട് ദുആ ചെയ്യുക. ക്ഷമ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും. ഈ ദുആ നമ്മൾ മറക്കാതെ ദുആ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എഴുതി വെക്കുന്നത് ഇത് നമുക്ക് ഓർമ്മയിൽപ്പെടും കൂടുതലായിട്ട്. ഏഴാമത്തെ ഒരു പോയിന്റാണ് ബന്ധങ്ങൾ ശരിയാക്കുക. റമളാനിന് മുമ്പ് ആരോടെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ സംസാരിക്കുക. ക്ഷമ ചോദിക്കുക. മനസ്സിലെ ഭാരം ഒഴിവാക്കുക. ശുദ്ധ ഹൃദയത്തോടെയാണ് റമളാൻ സ്വീകരിക്കേണ്ടത്. എട്ടാമത്തെ പോയിന്റാണ് സദക്ക, ദാനം പ്ലാൻ ചെയ്ത് വെക്കുക. സദക്ക കൊടുക്കാനോ ദാനം കൊടുക്കാനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. റമളാനിൽ ദാനം പല മടങ്ങ് പ്രതിഫലം നൽകും. മുൻകൂട്ടി തീരുമാനിക്കുക. ആരെ സഹായിക്കാം, എത്ര സദക്ക നൽകാം എന്ന് മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചിട്ട് സദക്ക കൊടുക്കാനുള്ള തുകയും എല്ലാം മാറ്റി വെച്ചിട്ട് സദക്ക കൊടുക്കുക. ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു ഉയർച്ചയ്ക്ക് കാരണമായി തീരും. 9ാമത്തെ പോയിന്റാണ് കുടുംബത്തെ തയ്യാറാക്കുക. കുട്ടികളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. നോമ്പിൻ്റെ മഹത്വം പറയുക. ഒരുമിച്ച് നിസ്കാരം ചെയ്യുക. ഇഫ്താർ സമയം കുടുംബമായി ഇരിക്കുക. റമളാൻ വീട്ടിൽ ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കും.
അത് ഉറപ്പാണ്. ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പാലിച്ചു നോക്ക്. 10ാമത്തെ പോയിന്റാണ് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുക. സ്ത്രീകൾ പലപ്പോഴും സ്വയം മറക്കും. റമദാനിന് മുമ്പ് ഉറക്കം ക്രമപ്പെടുത്തുക, വെള്ളം കൂടുതലായിട്ട് കുടിക്കുക, ശരീരത്തെ തയ്യാറാക്കുക. ആരോഗ്യമുള്ള ശരീരമാണ് നല്ല ഇബാദത്തിന് സഹായിക്കുന്നത് എന്നൊരു ഓർമ്മ നമ്മളിൽ എപ്പോഴും വേണം. എനിക്കും നിങ്ങൾക്കും വേണം. പ്രിയപ്പെട്ട ഉമ്മ, സഹോദരി, എൻ്റെ ഏതെങ്കിലും കൂടപ്പിറപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കും നിങ്ങൾ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ. റമദാൻ വരുന്നത് ഒരു അവസരമാണ്, ജീവിതം മാറ്റാനുള്ള അവസരമാണ് നമുക്ക് അള്ളാഹു തരുന്നത്. വീട്ടുപണി മാത്രമല്ല, നമ്മുടെ ആത്മാവിനും തയ്യാറെടുപ്പ് വേണം. ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല റമദാൻ ആക്കാൻ അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ ഉമ്മമാരെ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരായാലും ഈ ഒരു വീഡിയോ മറ്റുള്ള സ്ത്രീകളിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.